കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ. പച്ചമാങ്ങ കൊണ്ടുള്ള ജ്യൂസ് മതി എനിക്ക്. പച്ചമാങ്ങ കുച്ചമാങ്ങൊന്നുമില്ല. പുറത്തുനിന്ന് വാങ്ങിച്ച തക്കാളി കൊണ്ടുള്ള അൺഹെൽത്തി ജ്യൂസ് എനിക്ക്. ഇത് ആദിവാസികളുടെ തേനാന്ന് തോന്നുന്നു. അതെ അതെ. ഞാൻ അത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാ. അയ്യേ ഇതൊരു ഒരെണ്ണം നല്ലുണ്ടെന്ന് സമ്മതിച്ചില്ലേ? നിനക്ക് ഇഷ്ടമില്ലാത്തൊരു വസ്തുവാണ് ഉണ്ടാക്കുന്നത്. ആരും ചെയ്യാത്തൊരു സാധനമാണ് ഉണ്ണിപ്പിണ്ടി. നമ്മുടെ ഉണ്ണിപ്പിണ്ടി അതുകൊണ്ട് പ്രകൃതി പാചകമാണ്. ഇതിനേക്കാൾ വയറിന് ഏറ്റവും നല്ല സാധനം വേറെ ഇല്ല. എൻ്റെ കഞ്ഞി ഹെൽത്തി കഞ്ഞി കമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കും. ഉള്ളു കൂടുതലുണ്ടാകുമ്പോൾ അതുമ്പോൾ ചുറ്റി പിടിക്കും. സരിതാ, ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവാ. കാലത്തെ കഞ്ഞിക്ക് എന്തുട്ടാന്ന് ചോദിക്കുന്നില്ലേ? ശരി, എന്തുട്ടാ? നിനക്ക് ഇഷ്ടമില്ലാത്തൊരു വസ്തുവാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ എന്തുട്ടാന്ന് ചോദിക്കാന്. അപ്പൊ ഉണ്ടാക്കിക്കോ. വേറെ കുറച്ച് പണികളില്ല. നീ അപ്പുറത്തേക്ക് വരുമോ? എന്തിന്? എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഉണ്ടാക്കണം. പിന്നെ ഇതിന് ഞാൻ വരുന്നേ കാണണ്ടേ? ഞാൻ ചെയ്തോളാം. ചേട്ടാ കുളിച്ചതല്ല. അപ്പൊ ഉണ്ടാക്കിക്കോ. അവിടെ വരുമോ? അതെന്തിനാ ഞാൻ വരുന്നേന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് കാണാൻ ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ വരും. ഇഷ്ടമില്ലാത്തതാന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയില്. ആ അല്ലെ പിന്നെ ഞാൻ വിളിക്കില്ല. എന്തുണ്ടാക്കാൻ പോണം? എന്തുണ്ടാക്കാൻ പോണം? ആരും ചെയ്യാത്തൊരു സാധനമാണ്. പറയ്. അതങ്ങോട്ട് പാടി. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. നീ ഇവിടെ മിറ്റടിച്ച് കുറേ നേരമായില്ലേ? ഇന്നേ സുജിത ഇല്ല. അപ്പോൾ സുജിത ആഴ്ചയിലൊരിക്കലേ വരില്ല. അപ്പോൾ സരിത ബാക്കിയുള്ള അധികം ചവറില്ല. ഈ പുല്ലിലൊന്നും വലിയ കാര്യമായിട്ടില്ല. ഇവിടെ എവിടേക്കും ഈ കടപ്പ വിരിച്ചിട്ടില്ല. അവിടെ മാത്രം അടിക്കാറുള്ളൂ. അങ്ങനെയുള്ള ദിവസം അവളെ വിളിക്കാറില്ലേ? പോട്ടാണ്ട് വന്നല്ലോട്ടാ. ഇപ്പം നമ്മൾ ആ പൂവൻ്റെ കൊല വെട്ടിയില്ലോ. അപ്പോൾ പൂവൻ്റെ കൊല വെട്ടിയിട്ട് ഒരു 4-5 ദിവസമായി. അപ്പോൾ അത് പഴുത്ത കൊലയാണ് വെട്ടിയിരിക്കുന്നത് കേട്ടാ. ഇത് മുഴുവനായിട്ട് അണ്ണാർക്കണ്ണന്മാർക്ക് തിന്നാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വെച്ചോണ്ടത്. അണ്ണാർക്കണ്ണന്മാരും ഇവരൊക്കെ വന്ന് തിന്നോട്ടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അണ്ണാർക്കണ്ണന്മാർക്ക് മാമ്പഴം ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. തൊലി പൊളിഞ്ഞുണ്ട്. ഉഗ്രം പോകുമ്പോഴാണ് കരുപ്പില്ല. അപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഉണ്ണിപ്പിണ്ടി. നമ്മുടെ ഉണ്ണിപ്പിണ്ടി അതുകൊണ്ടൊരു പ്രകൃതി പാചകമാണ്. പ്രകൃതി പാചകം എന്ന് മാത്രമല്ല, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് ആരോഗ്യത്തിന് യാതൊരു ദോഷം വരാത്തൊരു ഇതാണ് ഞാൻ ചെയ്യുന്നത്. കാലത്ത് ഞാൻ റെഡ് കഞ്ഞി കുടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? അയ്യോ, അപ്പോൾ അതിലേക്ക് പറ്റിയുള്ള സാധനം. പിന്നെ സരിതയ്ക്കൊരു സ്പെഷ്യൽ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അവൾ ജ്യൂസ് കുടിക്കുന്നൊന്നും അറിയില്ലേ? നോക്കിയാൽ നമുക്ക് നമ്മുടെ വയറിന് ഏറ്റവും നല്ല സാധനമാണ് ഈ ഉണ്ണിപ്പിണ്ടി. നിനക്കറിയാമല്ലോ, ഉണ്ണിപ്പിണ്ടി കിട്ടിയ കളയരുത്. അയ്യോ, ഈ കത്തി കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് പൂവൻ്റെയാണ്. ഈ പാളയംകോടൻ്റെ ഉണ്ണിപ്പിണ്ടിയാണ് ഏറ്റവും സൂപ്പർ കേട്ടോ. എല്ലാത്തിനേക്കാളും വെച്ചിട്ട് ഏറ്റവും നല്ലത് പാളയംകോടൻ്റെയാണ്. ആളുകൾ ഉണ്ണിപ്പിണ്ടി കൊണ്ട് പായസമൊക്കെ വയ്ക്കും. ഉഗ്ര സാധനം. ഇതിനേക്കാൾ വയറിന് ഏറ്റവും നല്ല സാധനം വേറെ ഇല്ല. ആദ്യം ഇവിടുന്ന് ഇതിൻ്റെ അരിയുക. കണ്ടോ, പണ്ട് ഇങ്ങനെ കുനുകുനിങ്ങനെ ഇങ്ങനെ കനം കുറച്ച്. ഞാൻ ഈ സാധനം നമ്മൾ ഇവിടെ തൃശ്ശൂർക്കാർ ഇത്രയ്ക്ക് കനം കുറച്ചിട്ട് തന്നെ അരിയട്ടെ. ഇങ്ങനെ ചെറിയ ചെറിയ പീസറായിട്ട്. ചില സ്ഥലങ്ങൾ ഇത് വെട്ടി നുറുക്കിയ അത്ര. ഞാനൊരു വീഡിയോയിൽ കണ്ടതാ ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഇതെന്ന് പറഞ്ഞിട്ടേ. ഉണ്ണിപ്പിണ്ടി ഇത്രയ്ക്ക് പോകാൻ പറ്റാ വലിയ ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളായിട്ട് ഇസ്റ്റൂലേക്ക് ഇല്ലേ, അതുപോലുള്ള കഷ്ണങ്ങൾ നമുക്ക് തരിക. അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ, ഇതിന് വേണ്ട കഞ്ഞി ഉണ്ടല്ലോ, കഞ്ഞിയും ഈ സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കഞ്ഞി ഇപ്പോൾ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അത് വേവുമ്പോഴേക്കല്ലേ നമുക്ക് അരിഞ്ഞ് സെറ്റാക്കണ്ടേ. അപ്പോൾ നമ്മൾ എൻ്റെ കഞ്ഞി ഹെൽത്തി കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ അരി കണ്ട അറിയാം, കബനി എന്ന് പറഞ്ഞിട്ടുള്ള അരിയാണ്. കണ്ട കബനി. ഇത് തവിടോട് കൂടിയിട്ടുള്ള 100% തവിടോട് കൂടിയിട്ടുള്ള തൊണ്ടനരി എന്നാണ് എൻ്റെ പേര്. തൊണ്ടിയരി. വില 142 ഒരു കിലോ ആണ്. മറ്റരി കിട്ടാല്ലേ എനിക്ക്. എന്താ പറയുക, കറുത്ത അരിയില്ലേ, അത് കിട്ടാല്ലേ. അപ്പോൾ അതിന് പകരം ഇതായി കണ്ടതാണ് ഈ അരി. ഇത് നമ്മൾ 1 കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പിടിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 2 പിടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു നേരത്തേക്ക് ഇവർക്കുള്ള അല്ല, ഇവർക്ക് സരിതയ്ക്കും ജഗുവിനും വേണ്ട. അതിപ്പോൾ കുറേ ദിവസങ്ങളുണ്ട്.
കഴുകാം. നോക്കിയേ, കഴുകുമ്പോൾ ഈ അരിക്ക് പ്രത്യേകത നോക്കി, നമ്മൾ ചില പുഴുക്കലരി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കളറൊക്കെ വരും. ഇതിന് ഒരു തുണ്ട് കളർ വരില്ല കേട്ടോ. കണ്ട കഴുകി കഴിഞ്ഞിട്ട് നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നു. ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിക്കണം കേട്ടോ. അതിനേക്കാൾ വെള്ളം ഒഴിച്ചു. പിന്നെ ഇതിനൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മുടെ സനോജ് ടി അർജുനല്ലേ, അവൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത്തിരി ഉപ്പിട്ടിട്ട്, സാധാരണ അരി ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിക്കാറില്ല, വെന്ത് കഴിഞ്ഞ ശേഷമാണ് ഉപ്പിടാം. ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു ടേസ്റ്റ് കഞ്ഞിക്ക് കിട്ടും. ഈ ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വെന്ത് പൊളിയും, പക്ഷേ ഒരു മുരപ്പുണ്ടാവും ഇതിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല. അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെന്തോളും. ഒരു വിസിലടിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്തോളും. അപ്പം അവിടെ ഇരിക്കട്ടെ, നമുക്ക് തരിയാം. ഇനി ഇതിൻ്റെ നൂലുകളില്ലേ, ഇതിന് നൂല് പൊതുവെ കുറവാണ് പൂവൻ്റെ. അതിന് പാളം കൊണ്ടാണ് നമ്മൾ കൂടുതൽ ഉണ്ടാകുന്ന. നൂലുകൾ എടുത്ത് മാറ്റി കളയും. അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ പോലെ ഈ മുളരെ കമ്പൗണ്ട് ഇങ്ങോട്ട് ഇളക്കും, കംപ്ലീറ്റ് നൂല് പോവും. അരിഞ്ഞ് കഴിഞ്ഞിട്ടേ ഇനി അരിയുന്നത് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ വയ്ക്കും. ഇതാണ് ഇതിൻ്റെ രീതി. വിസിലടിച്ചു. അപ്പോൾ ഒരു സിമ്മിലിടാം. സിമ്മിലെന്ന് പറഞ്ഞാൽ ഇത് തീ കുറച്ചിടാനേ പറ്റുള്ളൂ. ഇതാട്ടാ ഇത്രയാക്കണല്ലോ നമ്മൾ കേട്ടാ. പാത്രത്തിലിട്ട് ഇതിൻ്റെ നൂല് കളയാം. ഒരു മുളകരം വീട്ടി ചേർത്ത് അല്ലേ. ഇനി നമ്മുടെ ഇത് തിരികിടുന്നു. പണ്ട് കാലത്ത് എല്ലാ വീട്ടിലും ഈ കോലായിലേ ഇങ്ങനെ ഒരു ചാച്ചട്ടി ഉണ്ടാവും, ഇങ്ങനെ ചരിച്ചിട്ട് വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ചാച്ചിട്ട് ഈ സൈഡിലുണ്ടാവും. അതിൽ അവിടെയൊക്കെ ഇങ്ങനത്തെ മുളകര ഒരു ഇത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഈ കമ്പ് ഇട്ടിട്ടുണ്ട്, അതായത് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കും. ഇതുമ്പോൾ മുള്ളു കുറവാണ്, മുള്ളു കൂടുതലുണ്ടാവും. മുള്ളു കൂടുതലുണ്ടാകുമ്പോൾ അതുമ്പോൾ ചീറ്റി പിടിക്കും. നൂല് ചീറ്റി പിടിക്കും. കാണിച്ചു തരാം. ഇതുമ്പോൾ നൂല് അധികം ഉണ്ടെങ്കിൽ പിടിക്കും. അല്ലെങ്കിൽ ഇതേണ്ട ഈ നൂല് നമ്മുടെ വായിലുണ്ട്. നമ്മൾ ഇതുണ്ട് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ വലുതായിട്ട് നല്ല നീളത്തിലേക്കുള്ള ഉണ്ടാവും. അത് നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഈ നൂല് കളയാറ്. വയറ്റിൽ ചെന്നിട്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, ഫൈബറല്ലേ. ഞാറുകളടങ്ങിയ ഭക്ഷണം ചെല്ലേണ്ട നമ്മുടെ ശരീരത്തിലേക്ക് ഉഷാറാവണമെങ്കിൽ കുടലിനും ആമാശയത്തിനും ഒക്കെ തന്നെ നല്ലതല്ല. വേണ്ട അപ്പോൾ കൂടുതൽ നൂല് പോകുന്നു. വേണ്ട ഇതാണ് ഇങ്ങനത്തെ ഈ നൂലെടുക്കുന്ന പരിപാടി. ഈ സാധനം എടുത്തിട്ട് വേണം ഇത് അത് മുറിക്കാൻ. കഴിഞ്ഞു കേട്ടോ. നൂലെടുക്കൽ കളഞ്ഞു, അല്ല നൂലെടുക്കൽ കഴിഞ്ഞു. എനിക്കിഷ്ടമില്ലാത്ത സാധനം റെഡി ചെയ്യാം. ഈ കഞ്ഞി വന്നിട്ട് വേണം എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം റെഡിയാക്കണമെങ്കിൽ. ശരിത മിക്സിയിൽ ജാറുകളൊക്കെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. എന്തുകൂടെ ചെയ്യണമെന്ന് ഇവളോട് പറഞ്ഞിട്ടില്ല, അതാണ് കുഴപ്പം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മുന്നേ ഇത് ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. ഇത് ഓഫ് ചെയ്യണ്ട, ഇത് അടപ്പത്ത് വയ്ക്കണം. അതിനെപ്പറ്റി ഇത് ഇറക്കി വെച്ചാൽ മതി. ഇപ്പോൾ 20 മിനിറ്റ് ആയി. ഇത് അതല്ലെങ്കിൽ ഇറക്കുമ്പോൾ കൈമിലേക്ക് ആയി വരും. അവിടെ ഇറക്കി വെച്ചോ. അപ്പോൾ ഉണ്ണിപ്പിണ്ടിയിൽ നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കണം കേട്ടോ. സ്വല്പം വെള്ളം ഒഴിക്കണം. എന്നിട്ട് അടുപ്പത്ത് വയ്ക്കണം. എനിക്ക് ഇത്തിരി ഉണ്ണിപ്പിണ്ടി തരുമോ? ഉണ്ണിപ്പിണ്ടി കൊള്ളി വയ്ക്കാൻ വൈകുന്നേരത്തേക്ക്. അല്ല നാളെ കാലത്തേക്ക് മതി. മുഴുവൻ വെട്ടിയിട്ടില്ല അല്ലേ? ഇത് നമ്മുടെ കോഴിക്കുട്ടികൾക്ക് ഇട്ട് കൊടുത്തു നോക്കായിരുന്നു. അവർ ചിലപ്പോൾ തിന്നും. ഉപ്പിട്ട് കൊടുത്തു. ഏത് അതിൻ്റെ പോള പറ്റേണ്ട ചിലപ്പോൾ അല്ല, അവരെ പഠിപ്പിക്കാം നമുക്ക് എത്തിയിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട സാധനമുണ്ടല്ല പറഞ്ഞിട്ട് ഹെൽത്തി സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല കാര്യം. ഇനി ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാനായിട്ട് നമ്മൾ കത്തി വേണം. ഈ വലിയ കത്തി എടുത്താണ്, കുഞ്ഞ കത്തി ഉള്ളില്ലേ അവിടെ? ഒരു മാങ്ങേര, പച്ചമാങ്ങേര ചെറിയ കഷ്ണം ഇതരയ്ക്കാനുണ്ടാവുക വെട്ടി. ഇവര് തന്ന മാങ്ങ കുറേ ഇരിക്കുന്നുണ്ട് ചേട്ടാ, പഴുത്തുണ്ടാവും മാമ്പഴം. ഇതേ മാങ്ങേര കഷ്ണം ഇതിലിരുന്നു. ഇഞ്ചിയും കടിച്ച ഇഞ്ചി ഒരു കഷ്ണം കേട്ടോ, ചെറുത്. എന്തൊരു സാധനം എന്നോട് പറയത്തില്ല. അത് ഞാൻ ഒന്നും പറയില്ലല്ലോ, ചേട്ടനെ കഴിക്കാനുള്ളതല്ലേ. പിന്നുള്ളത് നാളികേരം. ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണോ? മാങ്ങ ചമ്മന്തി. പിന്നുള്ളത് പച്ചമുളകാണ്. അതന്നെ ചമ്മന്തി. ഈ പച്ചമുളകിൻ്റെ ഉള്ളിലത്തെ കണ്ടോ നിങ്ങൾ കളഞ്ഞിട്ട് ഇതിൻ്റെ കുരു കളയണം. ഓ ഹെൽത്തി ആണല്ലോ അല്ലേ ചേട്ടാ. തിളച്ചൂട്ടാ. തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് വേവിക്കും. ഓഫ് ചെയ്തിട്ട് വേവിക്കാനാ? അല്ല, കുരു കളയുന്നുണ്ട്. കുരു ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. കളയാനേ പാടില്ല, ശരീരത്തിന് പൊട്ടയാ അല്ലേ. അതുകൊണ്ടായിരിക്കും. ഇനി കൈ കഴുകണ സ്ഥലത്ത് എനിക്ക് കഴുകിക്കോളൂ. അതിലേ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാറില്ലല്ലോ. കൈ കഴുകാൻ പറഞ്ഞാൽ
ഇത് തീ കുറയ്ക്കണ? ആ തീ കുറച്ച് വേണ്ട. തടി കുറയാൻ നല്ലതാല്ലേ ഏത് ഉണ്ണിപ്പിണ്ടി? ഉണ്ണിപ്പിണ്ടിയുടെ ജ്യൂസ്, കുമ്പളങ്ങയുടെ ജ്യൂസൊക്കെ കഴിക്കായിരുന്നു. തടി എനിക്കൊരു 2 കിലോ കുറയ്ക്കണം, 50ലേക്ക് നിർത്തണം. ആവശ്യത്തെ ഇതായി പച്ചമുളക് ഇരിക്കുന്നു കേട്ടാ. പിന്നെ സ്വല്പം വേപ്പില, ഒരു സ്വല്പം ചെടിയാണോ, ഒരു സ്വല്പം കടുക് കേട്ടാ. ചേട്ടാ ചെയ്യാൻ അരച്ചോണ ചമ്മന്തി പോലെ അരച്ചോണ ഈ സാധനം. നന്നായി അറിയരുത്. ആ ചമ്മന്തി പോലെ അരച്ചോ. ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി അരച്ചോ. എങ്ങനെ അരച്ചാലും കുഴപ്പമൊന്നുമില്ല. അരച്ചു കൊണ്ടാ മതി. ഇതേ സരിത ഇത് അരച്ചു കൊണ്ടത് ഒന്ന് കാണിച്ചു കൊടുത്ത സരിത. ഇത് വെന്തു കേട്ടാ. അരച്ചു കൊണ്ടു നമ്മുടെ ഉണ്ണിപ്പിണ്ടി വെന്തു. ഈ ഉണ്ണിപ്പിണ്ടിയിലേക്ക് ഈ സാധനം ഇടണം. അരച്ചു കൊണ്ടുവന്ന അരപ്പ് ചമ്മന്തിയായിരുന്നു അതന്നെ അല്ലേ. ഇഞ്ചിക്കുണ്ട്. ഇഞ്ചിട്ട് അരക്കണവരുണ്ട് ചമ്മന്തി. വാ നമ്മൾ ഇഞ്ചി ചേർക്കലില്ലോ. ഞങ്ങളൊരു സിനിമയുടെ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സോമൻ അഭിനയിച്ചിട്ടുള്ളത്. എന്താ പറയാൻ കാരണം? അതാ നീ എന്റെ പിന്നോടാണെന്ന് പാട്ട് പാടിയില്ലേ. ആ പാട്ടിന്റെ സീന് അത്ര ഇഷ്ടമല്ലെന്നല്ല ഞാൻ പറഞ്ഞേ. സോമനും ജയഭാരതി അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നീ പറഞ്ഞു നസീർ എന്ന് പറഞ്ഞു. നസീറും ജയഭാരതിയാണത്. വേറൊരു പാട്ടാണ് കണ്ടത് നമ്മള്. ഇങ്ങനെ പാട്ട് നല്ല പാട്ട്, പക്ഷെ പാട്ട് സീൻ കാണുമ്പോൾ നമുക്കത് ഇത്ര നല്ല പാട്ടിനെ ഇത്തിരി നല്ല ഭാവമൊക്കെ കൊടുത്തിട്ട് അഭിനയിക്കാമായിരുന്നു. ഇനിയിപ്പൊ നമ്മളിനി കുറ്റം പറയുമെന്ന് പറയുമോ ദൈവമേ? സോമൻ അഭിനയിച്ചിട്ടുള്ള പല പാട്ട് സീനുകളും എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. ഒരു മിനിറ്റ് ഇത് നിലക്കട്ടെ, കാണിച്ചു കൊടുക്കട്ടെ. ഇളക്കണം. ഇളക്കിട്ടിരുന്നു. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ടുണ്ടായിരുന്നു അല്ലേ? ഉപ്പിട്ടുണ്ടായിരുന്നു ഞാൻ. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്ന തോന്നില്ല കേട്ടാ. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉപ്പ് തിരിയിടേണ്ടി വരും. ഉപ്പ് തിരിയിടണം കേട്ടാ. നോക്കിയോ ഉപ്പ്? ഞാൻ ഉപ്പ് നോക്കി, മറ്റേത് നോക്കി, ഉണ്ണിപ്പിണ്ടിയിൽ നോക്കി. ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നോണ്ടാണോ ചേട്ടൻ ഉഷാറില്ലാത്ത? എനിക്കൊരു ഉഷാർ കുറവില്ല. ഓടിപ്പോയിട്ട് പ്ലാവുമ്പോ പൊത്തി പിടിച്ച് കയറിട്ട് 2 ചക്കിട് ചക്കിടാണ്ട് ലാസ്റ്റ് ചക്കിന് ആ തോട്ടിയും ആ കോണി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് തിളച്ചു. എനിക്ക് തീ ഓഫ് ചെയ്യാട്ടാ. പെട്ടെന്ന് തന്നെയാവും. അധികം നേരം ആക്കണ്ട. തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കിയോട്ടെ ഞാൻ. പച്ചടി ചേട്ടാ. ആയിക്കോട്ടെ. അല്ല ഇതിന്റെ പേര് പറഞ്ഞതാ ഞാൻ. ഉണ്ണിപ്പിണ്ടി പച്ചടി. ആയിക്കോട്ടെ. ഉണ്ണിപ്പിണ്ടി പച്ചടി കിച്ചടി എന്ത് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞൊരു ഹെൽത്തി കഞ്ഞിയും ഇതും ഹെൽത്തി സാധനം. നിനക്കൊരു സാധനം ഉണ്ടാക്കിയാറില്ല വേണ്ടോ? അതിനാണ് ഈ തക്കാളി കൂടെ വെച്ചത്. ഇത് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇതുവരെ ഇല്ലാത്തൊരു രുചിയാണ് ഇതിൻ്റെ. ടേസ്റ്റ് ഉണ്ട് സാധനം. ഇതുവരെ ഇല്ലാത്ത കാരണം ഇതുവരെ നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിട്ടില്ല. ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. തീ എടുത്തിട്ടാ നമുക്ക് ഇതിൽ ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇത് ഇറക്കി വയ്ക്കാം. പിന്നെ പണി കഴിഞ്ഞു. ഇനി സരിതിക്ക് കഞ്ഞിയോടെ വന്നിട്ടുണ്ട് അവിടെ. സരിതിക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പരിപാടിട്ടാ. ഹെൽത്തി ജ്യൂസ്. പച്ചമാങ്ങോണ്ടുള്ള ജ്യൂസ് മതി എനിക്ക്. പച്ചമാങ്ങ കുച്ചമാങ്ങൊന്നും ഇല്ല. അയ്യോ ദേ മാങ്ങയുണ്ട്, പിന്നെ ചെറുനാരങ്ങയൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചി ഉണ്ട്. അതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള സാധനം തന്നെയാണ്. മുറിയിക്കില്ലേ, എല്ലാവരും കാണാത്ത സാധനമല്ലല്ലോ വേണ്ടത്. എനിക്കിഷ്ടമുള്ള സാധനം. ഇതെന്തൊരു തക്കാളി കൊണ്ടാണോ? അതന്നെ തക്കാളി. തക്കാളി കൊണ്ട് എന്തൊരു ജ്യൂസാ? സിമ്പിൾ സാധനമാണ്. ഈ പറഞ്ഞ ജ്യൂസും ഹെൽത്തിയാ? അതാണ് ഹെൽത്തി തന്നെ. ഈ തക്കാളി നമുക്ക് കിട്ടുന്നത് നമുക്ക് വാങ്ങിക്കുന്ന തക്കാളിയാണല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തക്കാളിയാണല്ലോ നമുക്ക് ഹെൽത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഹെൽത്തി സാധനങ്ങളൊക്കെ ചേട്ടനും അൺഹെൽത്തി ആയിട്ടുള്ള സാധനം ഇരിക്കും. ഏത്? മറ്റേ റെഡ് കഞ്ഞിയും ഉണ്ണിപ്പിണ്ടി. നമ്മുടെ വീട്ടിലത്തെ ഉണ്ണിപ്പിണ്ടി, നമ്മുടെ വീട്ടിലത്തെ മാങ്ങ, നമ്മുടെ വീട്ടിലത്തെ നാളികേരം, നമ്മുടെ വീട്ടില് വെളിച്ചെണ്ണ, ഇതൊക്കെ ചേർത്തിട്ടുള്ള ഹെൽത്തി സാധനം ചേട്ടന്. പുറത്തുനിന്ന് വാങ്ങിച്ച തക്കാളി കൊണ്ടുള്ള അൺഹെൽത്തി ജ്യൂസ് എനിക്ക്. തക്കാളി അങ്ങനെ നമ്മുടെ അവിടെ ഇല്ലല്ലോ. ഇപ്പോ ഉണ്ടാവുന്ന ടൈമല്ലല്ലോ. അത് തക്കാളി അല്ലാണ്ട് അവിടെ അങ്ങനെ സംഘടിപ്പിക്കായിരുന്നു. മാങ്ങോണ്ടുള്ളത് മതി. അതുണ്ടാക്കാം നമുക്ക്. അത് വേറെ. നീ അല്ല കുക്കറല്ല ഇതിർക്ക്. അപ്പൊ ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോണത് അത് ചൂടാറട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കത് ശരിയാക്കാം. കഞ്ഞി കുടിക്കാം. സരിതിക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ നേരം കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സിയിലൊന്ന് നമുക്ക് കഷ്ണങ്ങളാക്കാം. മിക്സിയിൽ കഷ്ണങ്ങളാക്കല്ല, കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് പഴുത്ത തക്കാളി വേണം കേട്ടോ. പച്ച തക്കാളി പറ്റില്ല. എനിക്ക് ആലോചിക്കുമ്പോൾ ചിരി വരാ. അത്ര പൊട്ട സാധനമാണോ?
ഏത് ആലോചിക്കുമ്പോ ശരിയായിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞു. സരിതി ഇപ്പുറത്ത് തോന്നുന്നു, പെട്ടെന്ന് ഇപ്പുറത്ത് തോന്നില്ലേ, ഏലക്കായ പൊടി എടുക്കാൻ പോയതാ. പിന്നെയുള്ളത് ഒരു ചെറുനാരങ്ങ. നീ പാട്ടാലോചിക്കുന്നത്? പാട്ട് എനിക്ക് മനസ്സിലായി. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിലടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. ആ പാട്ട് എന്തൊരു നല്ല പാട്ടാന്നറിയോ? സോമൻ അഭിനയിച്ച് കൊളാക്കി. സോമന്റെ ആരാധകർ. അയാളുടെ പാട്ട് സീനുകളുടെ അഭിനയം ഭയങ്കര മോശം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. ആ പാട്ട് അയ്യോ, ആ പാട്ടിന്റെ ഒരുമാതിരി എല്ലാ വാക്കിന്റെയും ആയത്തക്ഷണം അത് ആ പാട്ടും അതെ എന്തൊരു നല്ല പാട്ടാന്നറിയോ. പക്ഷെ ആ പാട്ട് സീൻ കാണുമ്പോഴേ ചേട്ടൻ ഇവിടെ നിന്നല്ല, ഞാൻ ഈ സോമന്റെ കാര്യങ്ങൾ പറഞ്ഞതല്ല, അത് കട്ട് ചെയ്ത് ചേട്ടൻ ശ്രദ്ധിക്കില്ലേ. പിന്നെ ഞാനിത് ആർക്ക് വേണ്ടിട്ട് പറയണേ? കുറച്ച് വെള്ളം ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ലേ? ഇത് വെള്ളം ഒഴിക്കണോട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴപ്പം. ഞാൻ കൈ പൊടിയിട്ടില്ലേ ചേട്ടന് റിസ്ക് ഉണ്ടാ? ചേട്ടന്റെ പ്രശ്നം കൈപ്പൊടി പിടണ്ട, എന്നാലും ഞാൻ ഇതിലിട്ടിട്ട് അടിക്കാൻ വെച്ചിട്ടാ. അല്ല എന്താ ചേട്ടന്റെ പ്രശ്നം? ഒന്നുമില്ല. കണ്ണടച്ചാലും എൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. എന്താ ഞാൻ ആ പാട്ടാലോചിക്കുക. അതെ, അത് മറ്റേ ഇവിടെ കുമാരണ്ട് അവിടെ ഇവിടെ മറ്റേ ഒരാനയ്ക്ക് പൂരണ്ടാവും പണ്ട്. അറിയാം, ഇപ്പോഴും ഉണ്ടല്ലോ. അല്ല ഇപ്പോഴും ഉണ്ട് ഒരാനയ്ക്ക്. പണ്ടുണ്ടായിരുന്നു, പണ്ട് കുഞ്ഞിതായിരിക്കുന്ന ടൈമില്. ആ സമയത്ത് ഇത്തിരി കൂടി വലിപ്പുണ്ടായിരുന്നു കേട്ടോ, അതിനേക്കാൾ ഇത്തിരി വലിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് പോകുമ്പോൾ വൈകുന്നേരം കലാപരിപാടികളുണ്ടാവും, നാട്ടുകാരുടെ കലാപരിപാടികൾ. ആ വശത്തെ ആളുടെ ഒരു അനിയൻ്റെ പെൺമക്കളുണ്ട്, അവരാണ് മെയിൻ അവിടുത്തെ ഡാൻസേഴ്സ്. അവിടെ പരിപാടി ആക്കണേ അവർക്ക് മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ആർക്കും ആ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അവരൊക്കെ അപ്പം അതിന് തൊട്ട് മുമ്പ് പാട്ടുകളുണ്ടാവും. അപ്പം ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽക്കാര ഹാരവുമായി നിൽക്കും. അപ്പടി കായാണ് വരുന്നതൊക്കെ. കല്യാണ രൂപനാകും കണ്ണൻ്റെ എന്തേലും അവിടെ. ഇത് അയ്യോ ആ പാട്ട് ഇത് പാട്ട് ആലോചിച്ചിട്ട് ഞാൻ അടിക്കാൻ പോണുള്ളത്. ആ പാട്ട് പാടിയേ. കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെപ്പോലെ. ആ രാധിക എന്ന് പറഞ്ഞത് മാത്രമാണ് വന്നേ, ബാക്കിയൊക്കെ കായ അല്ലേ? ഈ പാട്ടും കഴിഞ്ഞ് ഡാൻസും കഴിഞ്ഞ പാട്ടുകാർ പാടിയതാണോ അവിടെ? നാട്ടുകാർ പാടിയിട്ടുണ്ട്. കലാപരിപാടികളും കഴിഞ്ഞിട്ട് പിന്നെ അമ്മുവിന്റെ ആട്ടുമുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കളിക്കും. സിനിമ സ്ക്രീനൊക്കെ ഇട്ടിട്ട് പ്രൊജക്ടർ കൊണ്ടിട്ട് അമ്മുവിന്റെ ആട്ടുമുട്ടി. കൊറേ കൊല്ലം അമ്മുവിന്റെ ആട്ടുമുട്ടി കളിച്ചു കിടന്നു. അമ്മുവിന്റെ ആട്ടുമുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി പോലുള്ളൊരു ഒരു ഇതുണ്ട്. അതിനറക്കാൻ ഒരാളാണ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അതിനെ പിന്നെ ഈ കുട്ടിക്ക് തന്നെ തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ എന്തൊരു കഥ എനിക്ക് ഓർമ്മയൊന്നുമില്ല. അമ്മുവിന്റെ ആട്ടുമുട്ടി അതങ്ങനെ. ഇത് മിക്സിയിൽ അരച്ചു കൊണ്ടിട്ടേട്ടാ, അടിച്ചു കൊണ്ടുപോവാ, അടിച്ചു കൊണ്ടുപോവാ. നല്ല ജ്യൂസ് വരുമത്തില്ലേട്ടാ, നന്നായി അരഞ്ഞാ. ഇത് ഈ പാത്രത്തേക്ക് അരിച്ചൊഴിക്കും. ഭയങ്കര ടേസ്റ്റുള്ള ജ്യൂസ് ആയിരിക്കില്ല ചേട്ടാ. ഉച്ച നേരത്തെ തന്നെ ജ്യൂസ് കുടിപ്പിച്ചിട്ട് ഞാൻ ഇനി ചോറുന്നില്ല. അതുണ്ടാവുമ്പോൾ ഈ ചേട്ടൻ്റെ പരിപാടി ഇങ്ങനെയാ. ചേട്ടൻ ആദ്യം തന്നെ ചോറുണ്ണും ഉച്ചയ്ക്കൊക്കെ ഇട്ടാ, വൈകുന്നേരവും ചിലപ്പോൾ. എന്നിട്ട് എനിക്കും ജഗ്ഗുവിനൊക്കെ നേന്ത്രപ്പഴം കൊണ്ടുവന്ന് തരും. 3 പഴം എടുക്കും, ഒരെണ്ണം ചേട്ടൻ ചോറുണ്ട് കഴിഞ്ഞിട്ടാണ് ഈ പഴം തിന്നണേ. എന്നിട്ട് എനിക്കും ജഗ്ഗുവിനും പഴം കൊണ്ടുവന്ന് തരും. അപ്പം ഞങ്ങളും തൊട്ട് പഴം ഞങ്ങൾ ചോറുണ്ടുണ്ടാവില്ല. അപ്പോൾ പഴം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ചോറുണ്ണാൻ പറ്റില്ല. ചേട്ടനാണെങ്കിലോ ചോറും കൊണ്ടു പഴവും കഴിക്കും. അപ്പം ഞാൻ പറയും കൊണ്ടുവന്ന് തരുമ്പോൾ വേണ്ട ചോറുണ്ടിട്ടില്ല എന്ന് പറയും. ചോറുണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പഴം തീറ്റിക്കും. അങ്ങനെ ഞങ്ങൾ ഇവരൊക്കെ ആരോഗ്യം കൂടുതൽ കൊടുക്കല്ലേ. നമ്മള് ഇപ്പൊ നോക്കിയാ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കഞ്ഞി വെച്ചിട്ടുണ്ട്. അതന്നെ കഞ്ഞിയും ഇവർക്ക് 2 പേർക്കും ജ്യൂസ്. എനിക്കിന്ന് ഇതിനും ജ്യൂസ്.
അപ്പോൾ നമ്മുടെ ജ്യൂസ് കണ്ട ഇങ്ങനെയായി. ഇനിയുള്ളത് ഇതിലേക്ക് നമുക്ക് തേൻ വേണമെങ്കിൽ തേൻ ചേർക്കാം, ശർക്കര വേണമെങ്കിൽ ശർക്കര പൊടി ചേർക്കാം. തേനാണ് നല്ലത്. അപ്പോൾ നമ്മൾ തേനാണ് ചേർക്കുന്നത്. ഈ തേൻ എവിടെ നിന്ന് കൊടുന്നു തരിക, അതിരപ്പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. മറ്റേ വലിയ എന്നിട്ട് ഒരു പൊട്ടിച്ചിട്ടില്ലേ ഇത് ആദിവാസികളുടെ തേനാന്നുകൊണ്ട് കണ്ട കണ്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ തേൻ മധുരത്തിനായിട്ട് ഇതിൽ തേനാണ് ചേർക്കുന്നത് ജ്യൂസിൽ. 1 2 മറ്റേ കൂട്ടുകാരനെ കൊണ്ട് വലിയ ക്യാനുകളാണ് തേൻ വാങ്ങിച്ചാണ്. അതെ അട്ടപ്പാടിന്ന്. എങ്ങനെയുണ്ട് ജ്യൂസ്? ഈ ഒരു ജ്യൂസിന് നല്ല വില വരും, കാരണം ആ തേന് നല്ല വിലയുണ്ട്. ശരിക്കുള്ള തേന് നല്ല വിലയുണ്ട് കേട്ടോ. വില എത്രയാണ്? നല്ല വിലയുണ്ട്. നല്ല വിലയുണ്ട്. 300 ഗ്രാമിന് 100. തേൻ ഒഴിക്കണേലും മുന്നേ നല്ല കളറായിരുന്നു. തേൻ ഒഴിച്ചപ്പോൾ കറുത്ത അതിലായിരം കാണിച്ചു 150. അതെ ഭയങ്കര വില. 1250 അറിയില്ല. കണ്ണാട വെച്ചിട്ട് നോക്കി കേട്ടാ. കണ്ണാട എടുത്തിട്ടില്ല ഇങ്ങോട്ട്. വെളിച്ചടിക്കുന്ന നമ്മുടെ ചാർലിക്ക് ഇവിടെ ഉണ്ട് കേട്ടാ. ചാർലിനൊന്ന് കാണാനില്ല എന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ ഒപ്പം തന്നെ പറഞ്ഞു പോകേണ്ട അതൊരു 11 മണിയാകുമ്പോഴേക്കും തിരിച്ചു വന്നു, കാലത്തേനെ കാണാണ്ടായെന്ന് പറയുന്നത്. പക്ഷെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാൻ തോന്നുന്നുണ്ട്. ആ വന്നു എന്ന് പറയണ ഭാഗം കണ്ടിട്ടില്ല. എന്നിട്ട് ചാർലിക്ക് എന്താ സംഭവിച്ചേ, ചാർലി തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ കമന്റ്സ് വേറെ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ ചാർലിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ചാർലി ഇവിടെ ഉണ്ട്. പൂട്ടിയിട്ടേക്കാന്ന് ഇപ്പൊ ഇതിന് അത്രയ്ക്കധികം മധുരമില്ല കേട്ടാ. മധുരമില്ലാത്തതുകൊണ്ട് ഹെൽത്തി ജ്യൂസ് ആയാലും മധുരം അധികം അല്ല. തേൻ ചേർക്കുമ്പോ ഒത്തിരി കൂടി ചേർത്തൂടെ? പോടും. അയ്യോ ഇത് എന്നിട്ട് ചെയ്യാത്തരുതേ. ഈ പാത്രം ജാതി അപകടകരമായ പാത്രം. അതിലേക്ക് തന്നെ ഒഴിക്കാന്ന് വെച്ചാ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിക്കും. ജാറോണ്ട് ഒഴിക്കല്ലേ. അതിന് കൊറ്റം കുഴപ്പമില്ല, തക്കാളിന്നല്ലേ. രണ്ട് ഗ്ലാസ് കറക്റ്റ് തന്നെയല്ലേ? ഓ ഇതിപ്പോ അവിടേക്ക് വായ കൊണ്ടൊന്ന് കുടിക്കേണ്ടി വരുമല്ലോ, അത്രയ്ക്ക് അധികം എടുത്ത്. നമുക്ക് രണ്ടുപേർക്കും കൂടി കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ഞാൻ അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടാ. എന്തൊരു പൊടി കുടിക്കണേ. മധുരം കുറവാ, എന്നാലും കുഴപ്പമില്ല. അയ്യേ ഇതൊരു രസമില്ല. അതാണ് ഹെൽത്തി ജ്യൂസ്. നീ ടേസ്റ്റിന് വേണ്ടിട്ട് സാധനം വിചാരിച്ചേ പടി. ടേസ്റ്റും കൂടി വേണ്ടേ? എന്തൊരു ടേസ്റ്റ്. ഇതിനേക്കാൾ തക്കാളി വെറുതെ കടിച്ചു തിന്നാ മതിയായിരുന്നു. ഇതിൽ ഇത്തിരി കൂടി തേൻ ഒഴിച്ചതാ. അപ്പൊ കുടിക്കാൻ തേൻ ഒഴിച്ച് കുടിക്കാൻ പറ്റും. എനിക്കറിയാമത്. ചേട്ടന്റെ കുടി കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഭയങ്കര ടേസ്റ്റ് ആണ്. തേൻ ഒഴിക്കണ നീ ടീസ്പൂണില്ല ഇവിടെ ഒഴിക്കാണ്ട് പേടിക്കാണ്ട്. വണ്ണം കുറയും തേൻ കുടിച്ചു കഴിഞ്ഞാൽ. വണ്ണം കുറഞ്ഞോട്ടെ കുഴപ്പമില്ല. എവിടെ ടീസ്പൂൺ? കുത്തപ്പീനാറ് പോലൊരു സാധനം. എന്നാ പിന്നെ കുറച്ച് മതിയായിരുന്നു. തേൻ വെച്ചപ്പോ കളർ മാറി. നോക്കട്ടെ. ഇതാണ് നിനക്കൊരു സാധനം ഉണ്ടാക്കണ്ട് എന്ന് പറഞ്ഞോടന്ന് അല്ലേ? കുഴപ്പമില്ല. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഉച്ചക്ക് നല്ല ചൂടുള്ള കുടിക്കാനുള്ളതാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞത്? ഹെൽത്തി ആയിരുന്നല്ലേ പറഞ്ഞേ? പറ. തേൻ ചേർന്നപ്പോ പുളി കൂടിയല്ലോ. ഷോ പേടിയുണ്ട് നോട്ടം കാണുമ്പോ. പറയും. ഗുണഗണങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ലതാണ്. വൈറ്റമിൻ സി ഉണ്ടാവും. ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. തക്കാളി ഗുണങ്ങളുണ്ടാവും. പിന്നെ ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ടാവും തേൻ ചേർത്തിട്ടുള്ള കാരണം. തക്കാളിയിലും വിറ്റാമിൻ സി തന്നെയല്ലേ? കുറെ ഈ ഹൃദയത്തിനും ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇത് നേരിട്ട് കണ്ണടച്ച് ഒറ്റവലിക്ക് കുടിച്ചത് തേങ്ങ. ഞാൻ അത് ഒറ്റടിക്ക് കുടിക്കാൻ കാണിച്ചിരുന്നേ. ഇതിന് വേണ്ടെന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ ഞാൻ അത് ഒറ്റടിക്ക് കുടിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ട സാധനം ഇത്. വരുമ്പോ കടി കുടിക്കണ പോലെ കേട്ടിട്ടുള്ളൂ. ഉള്ളതാ കഴിക്കുക. തേനും വേണ്ട, ഒരു ചുക്കും വേണ്ട. നമ്മള് കൂളായിട്ട് കഴിക്കും. അപ്പൊ ഇനി കഞ്ഞി കുടിക്കാൻ വയറുണ്ടാ? 5 മിനിറ്റ് കുടിക്കാം. കുടിക്കാണ്ട് പറ്റില്ലല്ലോ. ടേസ്റ്റ് പോലും നോക്കണ്ടേ? ഇങ്ങനെ ഞാൻ കുടിക്കണ കുഴപ്പമൊന്നുമില്ല. നിനക്ക് അതായത് നമുക്കേ ചില സാധനങ്ങൾ നമുക്ക് വായിക്ക് ടേസ്റ്റ് തോന്നില്ലല്ലോ. എനിക്ക് എന്തായാലും കുഴപ്പമില്ല. ഞാൻ കഷായം വരെ കുടിക്കുന്നില്ല.
കുടിക്കേ എന്നിട്ട് മറ്റേ ചൂടാറണം കഞ്ഞി കുടി. ആ സമാധാനം കുടിച്ചോ. ഇത് സ്പീഡിൽ ഇങ്ങനത്തെ നമുക്ക് വീട്ടിലുണ്ടാക്കി കുടിക്കാൻ പറ്റില്ല. സ്പീഡിൽ ഞാൻ കുടിച്ച് തീർത്തിട്ട് എന്തെങ്കിലും ചെയ്യണ്ട ഒരു കാര്യമില്ല. പിന്നെ നീ കുടിക്ക് പറയണേ. ആ അപ്പം സമാധാനം കുടിച്ചു. അതല്ലെന്ന് ഈ സാധനം കടകളിലെ ജ്യൂസ് ആയിട്ട് വിൽക്കാൻ പറ്റിയ സാധനമല്ലടാ. നമുക്ക് വീട്ടില് നമുക്ക് ആൾക്കാരെ വന്ന് വാങ്ങിച്ചു തന്നെ ഈ മാതിരി സാധനങ്ങൾ. ആളുകളിൽ കുറെ പഞ്ചസാര ചേർക്കോ തന്നെ. ഈ സാധനത്തിൽ ഇപ്പൊ തേന് ബാലൻസ് ആയിരുന്നേ. ഒരു 4 ടീസ്പൂൺ പഞ്ചസാര, ഇത് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ടേസ്റ്റ് ചെയ്യാ ഇല്ലേ? അപ്പൊ തക്കാളി കുത്തുവിടും. മനസ്സിലായ? ആ അങ്ങനെയാണ് ഹോട്ടലുകളിലും ഇതിലും കൊടുക്കാൻ പറ്റുക. നമ്മളങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞു. കഞ്ഞി എന്റെ ഇന്നത്തിരി കുടിക്കാം. ഈ ഉണ്ണിപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി വേണേ ഇന്ന് കഴിച്ചു നോക്കണമെന്നുണ്ട്. എനിക്ക് അതിന്റെ ടേസ്റ്റ് നോക്കണമെന്നുണ്ട്. കഴിഞ്ഞു പട്ടി കുട്ടികളെ പേടിപ്പിക്കണ പോലെ കഞ്ഞി തുറന്നു. കഞ്ഞി മുഴുവൻ ഇപ്പൊ എനിക്ക് കുടിക്കാൻ പറ്റില്ല. സരിത എങ്ങനെ കുടിക്കാൻ പറ്റാ? ജ്യൂസ് മുഴുവൻ കുടിച്ചില്ലേ? കണ്ട ഈ കഞ്ഞി കുറച്ചുള്ള കഞ്ഞി. ഉപ്പിടണ്ട കഞ്ഞിയില്? ഉപ്പിട വെച്ചത് ആണോ? ഈ കൂട്ടാൻ വയറിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് നോക്കട്ടെ. നല്ല രസമുണ്ട്. പറഞ്ഞില്ല ടേസ്റ്റ് ഉണ്ടാവും സാധനമല്ല. ഇതിൽ കടുക് വറക്കൊന്നും ചെയ്യില്ല? ഇനി ഒന്നും ചെയ്യാൻ പാടില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണോ? ഒന്നും ചെയ്യാൻ പാടില്ല. നല്ല രസം കിട്ടാ. ചമ്മന്തിയുടെ ടേസ്റ്റില് കടുകിന്റെ ഒരു മണമുണ്ട്. ഉണ്ടാവും. ഇത് കൂട്ടി കഞ്ഞി കുടിക്കാം. ഈസി അല്ലേ? ഭയങ്കര ഈസിയാ. വയറിന് നല്ല സാധനം. ഫൈബർ ഒരെണ്ണയും നല്ലതുണ്ടെന്ന് സമ്മതിച്ചില്ലേ? നല്ലതാണ്. ഞാൻ നല്ലതെന്ന് തന്നെ പറയാറുണ്ടല്ലോ. നല്ലതെന്ന് പറയാം ടേസ്റ്റ് ഉള്ളത് ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാറുണ്ട്. അപ്പോൾ ഉണ്ണിപ്പണി കിട്ടുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കട്ടോ. അങ്ങനെ ചെയ്യണവരുണ്ടാവും ചിലപ്പോൾ. പുളിയുണ്ട് കേട്ടോ. മാങ്ങര പുളി അതൊരു രസമല്ലേ? നല്ല ചൊടിയുണ്ടത്. എരിവില്ല. എരിവ് പച്ചമുളകിൻ്റെ എരിവല്ലോ. പാടി നിർത്താം. ഈ കഞ്ഞി കുടിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴാണ് കഞ്ഞി കുടിക്കില്ല. കാരണം ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് വയറിഞ്ഞിട്ടിരിക്കുകയാണ്. 2 സ്റ്റെപ്പ് മൂത്രമൊഴിക്കൽ കഴിഞ്ഞാലാണ് ഇത് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്. നന്ദി, നമസ്കാരം.